എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു ഷിനോബി അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരികയാണ്. അവനെ കാണുമ്പോൾ തന്നെ ബൊറൂട്ടോ അവൻ തിരിച്ചറിയും ഇവനാണ് ആശ്രമ സെൽസ് അത് മോഷ്ടിച്ചതെന്ന്. പക്ഷെ അവൻ ഒറ്റയ്ക്കല്ല, അവനെ പോലെ തന്നെയുള്ള വേറെയും ആൾക്കാർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ബൊറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയ്, നിങ്ങളല്ലേ ആ ആശ്രമ സെൽസ് അത് മോഷ്ടിച്ചേ? നിന്റെ കൂടെയുള്ള ആളുകൾ അവരെവിടെ പോയി? അതിനവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ചിരിക്കും, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് അത് ചെയ്തത്. നിങ്ങൾ ഇത്രയും പേരുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്, പക്ഷേ നിങ്ങളെ തകർക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു പ്രത്യേകതരം ഫോർബിഡൻ ജിപ്സു അതങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതങ്ങനെ റിലീസ് ചെയ്യും തോറും അവൻ്റെ ബോഡി മുഴുവൻ പച്ച നിറത്തില് ഓരോ ലൈൻസ് അങ്ങനെ വിസിബിളായി വന്ന് അവന്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ പുകയൊക്കെ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് പേടിച്ച് അടുത്തായിട്ട് എന്താ നടക്കാൻ പോണെന്ന് അറിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവന്റെ ബോഡി ആണെങ്കിൽ ഇപ്പൊ വിയേർഡ് ആയിട്ടുള്ള ഒരു ക്രീച്ചറിൻ്റെത് പോലായി മാറും. അടുത്ത നിമിഷം അവന്റെ ബോഡിയിൽ നിന്ന് ഒരു സ്റ്റോൺ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ റെഡ് സ്റ്റോൺ ആണെങ്കിൽ മുകളിലേക്ക് തെറിച്ചു പോയി താഴേക്ക് വരും. അവന്റെ മോൺസ്റ്റർ രൂപം അതങ്ങനെ സ്വാളോ ചെയ്യുമ്പോൾ അവന്റെ ബോഡിയിൽ നിന്ന് ഒരു ലൈറ്റ് പോലെ എന്തോ ഒന്ന് മുകളിലേക്ക് ഉയരാനായിട്ട് തുടങ്ങും. അതൊരു ബാരിയർ പോലെ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി അവന്റെ ടീംമേറ്റ്സ് അവർക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ ആ പവർ സെൻസ് ചെയ്യാൻ കഴിയാണ്. അവർ ഒരു സെക്കൻഡ് തലയ്ക്ക് കൈ കൊടുക്കും. ഓ ഗോഡ്, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. ആ ഷിനോബികളാണെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്ന് ഇപ്പൊ വീണ്ടും അവരുടെ യാത്ര തുടരും. അപ്പോ ഒരാളുടെ ചെവിയാണെങ്കിൽ സൂം ചെയ്ത് കാണിക്കും. ഇപ്പൊ അവന്റെ ചെവിയിൽ 3 കമ്മലുകളുണ്ട്. അവരങ്ങനെ നടന്നു പോകുന്ന അതേ സമയം ഇവിടെ ആ ഒരു ഷിനോബി അവൻ തീർത്തും ഒരു മോൺസ്റ്റർ ക്രീച്ചറായി മാറി നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. നമ്മുടെ ആൾക്കാർ സ്ക്വാഡും ഇരുമ്പും ഒക്കെ ഉപയോഗിച്ച് അവനെ അറഞ്ചം പുറഞ്ചം അടിച്ചിട്ടും അവനാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ലാതെ ഒരു പോറൽ പോലും പറ്റാതെ ടക്കി നിൽക്കും. കൺട്രോൾ പോയ ബൊറൂട്ടോ അവൻ റെസണന്റ് പവർ ക്രിയേറ്റ് ചെയ്ത് അവനെ ഇട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കും. പക്ഷെ ഞൊടിയിടയിൽ ക്രീച്ചർ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോടെ കൈ പിടിച്ച് വലിച്ച് അവന്റെ വയറ്റിൽ ആഞ്ഞടിച്ച് ബൊറൂട്ടോടെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. കൊനഹമാരുമാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് കറങ്ങി വന്ന് റെസണന്റ് പവർ അവന് നേരെ പ്രയോഗിക്കും. കൊനഹമാരുവിന്റെ അറ്റാക്കിൽ ആ ക്രീച്ചറിന്റെ കൈ തകരും. ബൊറൂട്ടോ ആണെങ്കിൽ സേഫായി താഴേക്ക് വീഴും. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ബൊറൂട്ടോയെ അവനെ താങ്ങിയെടുത്ത് സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ ക്രീച്ചർ ആണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരു മാനിനെ പിടിച്ച് വലിച്ച് അതിന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്ത് അവിടുന്ന് അങ്ങനെ കടന്നു പോകും. അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോ കണ്ണു തുറക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ബൊറൂട്ടോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ ഓക്കെയാണ്. ആക്ച്വലി അവൻ നിന്റെ കുറച്ച് ചക്ര പവർ അത് അബ്സോർബ് ചെയ്തെടുത്തു, അല്ലാതെ മറ്റൊന്നും നിനക്ക് സംഭവിച്ചിട്ടില്ല. കൊനഹമാരുമാണെങ്കിൽ ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും, ഇതൊരു പ്രത്യേകതരം ടെക്നിക്കാണ്. ഇതിനു മുൻപും പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത ഡയമെൻഷനിലുള്ള ഒരു പവർഫുൾ ക്രീച്ചറിന്റെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത് അവരും ഒരു ക്രീച്ചറായി മാറും. മാത്രമല്ല അവർക്ക് അവരുടെ എബിലിറ്റിയും പവറൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ചുറ്റുമുള്ള മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം തന്നെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കും. ഇപ്പം അവൻ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും പവർ അബ്സോർബ് ചെയ്തെടുക്കുകയായിരിക്കും. നമുക്ക് എത്രയും വേഗം നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണം. ആസ്ര സെൽസ് അത് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിനാദ്യം ഒരു ഷിനോബി ബീസ്റ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബാരിയർ അത് തല്ലി തകർക്കണം. പക്ഷെ അതെങ്ങനെ തകർക്കണമെന്ന് നമ്മൾ കണ്ടെത്തണം. പിന്നെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധി വെളിച്ചം, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ റെസണന്റ് പവർ അതുപയോഗിച്ച് ഇത് തകർത്തുകൂടാ? ബൊറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, ആ ഒരു ബാരിയർ അത് തകർക്കുന്നതിനോടൊപ്പം ആ ബീസ്റ്റിനെയും നമുക്ക് ഇല്ലാതാക്കണം. അത് കേട്ട് അടുത്തുണ്ടായിരുന്ന ഷിനോബി ആണെങ്കിൽ ടെൻസ്ഡ് ആവും. കൊനഹമാരു, നിന്റെ സ്റ്റുഡന്റ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, ആ ആശ്രമ സെൽസ് ആണ്. അതെങ്ങനെയെങ്കിലും കണ്ടെത്തി ലീഫ് വില്ലേജിൽ എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. മെയ്റ്റ്സിക്ക് ആണെങ്കിൽ ടെൻസ്ഡ് ആയി എല്ലാവരോടും അല്പസമയം മിണ്ടാതിരിക്കാനായിട്ട് പറയും. അതിനുശേഷം അങ്ങനെ പതിയെ പതിയെ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം അവന് മനസ്സിലാവും ആ ഒരു ക്രീച്ചർ അവിടെ ഉണ്ടായിരുന്ന ആനിമൽസിന്റെ എല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുത്ത് അവർക്ക് നേരെ വരികയാണ്. മെയ്ജിക ആ കാര്യം എല്ലാവരോടുമായിട്ട് പറയും. നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല, എത്രയും വേഗം ആ ബാരിയറിന്റെ അടുത്തേക്ക് പോയി അത് അൺഡു ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിനുശേഷം ആ ഒരു ആശ്രമ സെൽസ് അത് കളക്ട് ചെയ്യണം. അവരാണെങ്കിൽ ഞൊടിയിടയിൽ ആ ബാരിയറിന്റെ അടുത്തേക്ക് വരും. മൊഗീനോയും കൊനഹമാരും അവർ രണ്ടുപേരും കൂടെ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് ബാക്കിയുള്ളവരോട് പറയും, ഞങ്ങൾ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് ഒരു സ്പെഷ്യൽ ജിപ്സു അത് ഈ ബാരിയറിന് മേലെ ഉപയോഗിക്കും. ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് ഗാർഡ്സായി നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സെക്യൂർ അത് നിങ്ങൾ തരണം. ബൊറൂട്ടോ ടീമാണെങ്കിൽ അതിനോക്കെ പറഞ്ഞ് കടന്നു പോകും. അടുത്ത നിമിഷം തന്നെ
അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് അവരുടെ പവർ ആ ബാരിയറിലേക്ക് കടത്തിവിടും. മറ്റൊരു ഭാഗത്ത് മേറ്റ്സുകയാണെങ്കിൽ ഇപ്പോൾ അവന്റെ പവർ ഉപയോഗിച്ച് സെൻസ് ചെയ്യാണ്. അവനാണെങ്കിൽ ആ ഒരു ബീസ്റ്റ് അവരുടെ അടുത്തേക്ക് വരുന്നത് മനസ്സിലാവും. അവന്റെ ഹാർട്ട് ബീറ്റ് അങ്ങനെ പതിയെ പതിയെ കൂടി വരും. അവൻ ആ കാര്യം ഇപ്പോൾ ബൊറൂട്ടോട് പറയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോൾ ബിഗ് ബ്രദർ കൊനാമാരുവിനോട് ചോദിക്കും, നിങ്ങളുടെ ജിപ്സു പവർ അതുപയോഗിച്ച് ഈ ബാരിയർ ശരിക്കും തകർക്കാനായിട്ട് പറ്റുമോ? അതിന് കൊനാമാര് പറയും, ഒരല്പം കൂടെ സമയം ഞങ്ങൾക്ക് ആവശ്യമാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് അങ്ങനെ തല താഴ്ത്തി നിൽക്കും. മറ്റൊന്നും ചിന്തിക്കാനില്ല, എത്രയും വേഗം നമുക്ക് ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകണം. അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് അല്പനേരമെങ്കിലും അതിനെ തടഞ്ഞു വെക്കണം. അതിനിടയിൽ തീർച്ചയായിട്ടും മാസ്റ്റർ ഈ ഒരു ബാരിയർ അത് അൺഡു ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഹിറ്റായി അങ്ങനെ ചാടി വന്ന് ആ ബീസ്റ്റിനെ അച്ചറം പൊച്ചറ ഇട്ടിക്കാനായിട്ട് തുടങ്ങും. ബീസ്റ്റ് ആണെങ്കിൽ കട്ടയ്ക്ക് വിട്ടുകൊടുക്കാതെ അവരെയും പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ബീസ്റ്റിന്റെ തൊട്ടടുത്തെത്തും. അടുത്ത നിമിഷം അതൊരു സ്മോക്ക് ബോംബ് ഇട്ട് ഇപ്പോ ബൊറൂട്ടോയെ ലോക്ക് ചെയ്യും. അത് കണ്ട മീറ്റ്സുകി അവന്റെ രണ്ട് കൈ നീട്ടി ഇപ്പൊ ആ ബീസ്റ്റിന്റെ കാലങ്ങനെ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം സാറടയ്ക്ക് സിഗ്നൽ കൊടുക്കും. സാറട അവൾക്ക് സാക്കുറയുടെയും സാസുകയുടെയും എല്ലാ പവറും കിട്ടിയിട്ടുണ്ട്. അവൾ രണ്ടുപേരെ ആലോചിച്ച് അവളുടെ കയ്യിൽ നല്ല പവർ കൊണ്ടുവന്ന് ആഞ്ഞൊരിട്ടി. ആരുടെയുടെ ആ ഒരു അട്ടിയിൽ അതങ്ങനെ തകർന്ന് വീഴാണ്. അതിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ സ്റ്റോണിൽ ചെറിയൊരു ക്രാക്ക് വീഴും. അവിടെ ക്രാക്ക് വീഴേണ്ട അതേസമയം ഇവിടെ ബാരിയറിലും വലിയൊരു വിള്ളൽ ഉണ്ടാവുകയാണ്. ഞൊടിയിടയിൽ ഇപ്പൊ വീണ്ടും ആ ബീസ്റ്റ് അങ്ങനെ ചാടി എഴുന്നേറ്റ് ഫ്ലൈ ചെയ്ത് കൊനാമാരുവിന്റെ നേർക്ക് അങ്ങനെ സ്പീഡിൽ പോവും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരും വിട്ടുകൊടുക്കാതെ അതിന്റെ പിന്നാലെ പോവാണ്. ആ ഒരു ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ കൊനാഹമാരുവിന്റെ തൊട്ടടുത്തെത്തും. അതുകൊണ്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിനോബി ഇപ്പൊ ബൊറൂട്ടോട് പറയും, നീ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും ചേർന്ന് കമ്പൈനായി അതിനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. അതിനെ തകർത്താലല്ലാതെ നമുക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് പറയും. ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ വരും. കാരണം നമ്മുടെ ചെക്കൻ തുടക്കം മുതലേ അവനെ നശിപ്പിക്കണം, ഒരു ബീസ്റ്റിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഇവിടെ മീറ്റ്സുക ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഒരുപാട് പാമ്പുകളെ ആ ഒരു ബീസ്റ്റ് നേരെ വലിച്ചെറിയും. പക്ഷെ ആ ബീസ്റ്റ് അത് ക്യാഷ്വലായി ആ പാമ്പുകളുടെ ചക്ര പവർ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുത്ത് വീണ്ടും വീണ്ടും അതിന്റെ പവർ ഇൻക്രീസ് ചെയ്യും. ഷിനോബി ആണെങ്കിൽ ഇപ്പോ സാറഡയുടെ ബാക്കപ്പ് ചോദിക്കും. സാറഡ അതിനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. മൊഗീനോ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അതിനെ പിടിച്ചു വലിച്ച് മട്ടക്ക് ലോക്ക് ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് മൊഗീനോയുടെ പവർ അത് അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. മൊഗീനോ സെൻസായി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെയും കൊനഹമാരുവിനെയും ഒച്ചത്തിൽ വിളിച്ച് സിഗ്നൽ കൊടുക്കുകയാണ്. അടുത്ത സെക്കൻഡ് കാര്യം പിടികെട്ടി അവരാണെങ്കിൽ കമ്പൈൻ ചെയ്ത് ആ ബീസ്റ്റിനെ ആഞ്ഞടിക്കും. മാരുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവരുടെ പവർ അതങ്ങനെ കമ്പൈൻ ചെയ്ത് ആ ബീസ്റ്റിന്റെ മേലെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ ആ ബീസ്റ്റിന്റെ സ്റ്റോണ് അതങ്ങനെ പൊട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന ബാരിയർ അതങ്ങനെ ഡിസപ്പിയർ ആവുകയാണ്. ഇവിടെ ആ ഷിനോബി ആണെങ്കിൽ തല ചുറ്റി താഴേക്ക് വീഴും. കൊനഹമാരു ഒഖേനയെ താങ്ങിയെടുത്ത് ഒരു ഭാഗത്ത് കിടത്തും. ആക്ച്വലി നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് കരുതിയാണ് അവൻ സ്വന്തമായിട്ട് ആ റിസ്ക് എല്ലാം ഏറ്റെടുത്തത്. ബൊറൂട്ടോ ആണെങ്കിൽ ആ സെൻസായുടെ അടുത്തേക്ക് വരും. ആക്ച്വലി നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷേ നിങ്ങളുടെ സംസാര ശൈലിയും നേച്ചറും അത് രണ്ടും അല്പം ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് മുൻപോട്ടേക്ക് പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഓമുകയെ അവനെ ആ വില്ലനാണെങ്കിൽ ഒരുപാട് അടിച്ച് അങ്ങനെ ഒരു മൂലക്കിട്ടിരിക്കുകയാണ്. വില്ലനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ ആശ്രാമ സെൽസ് അതെവിടെയെന്ന് ചോദിക്കും. ഓമുകയാണെങ്കിൽ അതിന് മറുപടി പറയില്ല. അതിനാ വില്ലൻ ആശ്രാമ സെൻസയുടെ കഴുത്ത് അതങ്ങനെ തിരിച്ചൊടിക്കും. ഓമുകയുടെ അവസ്ഥ കണ്ട് അവന്റെ അസിസ്റ്റൻസ് അവർ നിലവിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അദ്ദേഹത്തൊന്നും ചെയ്യരുത്, ലാൻഡോ ഹെയ്സിലുള്ള ആളുകളാണ് സെൽസ് അത് അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. അടുത്ത നിമിഷം ആ വില്ലൻ അവനവന്റെ പവർ വെച്ച് അവരെ രണ്ടുപേരെയും കൊന്ന് താഴെയിടുകയാണ്. അതിനുശേഷം അവൻ ആ ഷിനോബികളെ അന്വേഷിച്ച് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.